എല്ലാവർക്കും നമസ്കാരം. മധുരമിഠായിയുടെ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ നമ്മളെ തച്ചമ്പാറയുടെ ചരിത്രവുമായി ബന്ധപ്പെട്ട ഒരുപാട് ഇടങ്ങളിൽ സഞ്ചരിച്ചു. നമ്മുടെ തച്ചമ്പാറയിൽ തന്നെ ഒരുപാട് ആളുകളുടെ ഇടയിൽ ഇങ്ങനെ സഞ്ചരിച്ചപ്പോൾ ഞങ്ങളൊരു ഗ്രൂപ്പ് ഉണ്ടാക്കിയിട്ടുണ്ട്, ഷോർട്ട് ഫിലിം ഗ്രൂപ്പ്. ഇപ്പോൾ ഞങ്ങളുടെ 40ാമത്തെ ഷോർട്ട് ഫിലിം പക പുറത്തിറങ്ങാൻ പോവുകയാണ്. നിങ്ങൾ നൽകുന്ന സപ്പോർട്ടുകൾക്കൊക്കെ ഒത്തിരി നന്ദി. അങ്ങനെ ഇറങ്ങുമ്പോൾ എന്താ ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒരുപാട് കലാകാരന്മാരെ കണ്ടെത്തുകയാണ്. നമ്മുടെ തച്ചമ്പാറയിൽ നമ്മൾ അധികം അറിയപ്പെടാത്ത ചാരം മൂടിക്കിടക്കുന്ന കനൽ എന്നാ പറയുക, ഞങ്ങളൊക്കെ പറയുന്നത് അങ്ങനെയാണ് പറയുന്നത്. ചാരം മൂടിക്കിടക്കുന്ന കനലുണ്ട്. ആ കനലിലൊന്ന് ഊതി വീർപ്പിച്ച് കഴിഞ്ഞാൽ അത് നന്നായിട്ട് ജ്വലിക്കും. അതെ, നമ്മുടെ തച്ചമ്പാറയിൽ ഒരു അറിയപ്പെടാത്ത ഒരു കലാകാരനുണ്ട്. നമ്മളൊക്കെ ഇങ്ങനെ ചാരത്തിൻ്റെ അടിയിൽ കിടക്കുന്ന ഈ കലാകാരനെ ഞാൻ ഊതി ഇപ്പോൾ കനലിങ്ങനെ ജ്വലിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ആദ്യമൊക്കെ നമ്മളെ ഒരു പാട്ടുകാരനായിരുന്നു. ജസ്റ്റ് ചില ഇടങ്ങളിലേക്ക് ഒന്ന് പാട്ട് പാടി അത്രമാത്രം ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ ഇപ്പോൾ നമ്മളുടെ ലൈബ്രറിയിലായിക്കോട്ടെ, നമ്മുടെ തച്ചമ്പാറ ദേശീയ ഗ്രന്ഥശാലയിലായിക്കോട്ടെ, പാട്ട് പാടാൻ വിളിച്ചാൽ ആ സ്വരമാണ്, ആ പേരാണ് ആദ്യം അവിടെ ഉയർന്നു വരുന്നത്. അതുമാത്രമല്ല കേട്ടോ, ഒരുപാട് കഴിവുകളുണ്ട്. നമ്മളുടെ ബെസ്റ്റ് ആക്ടറാണ്, നന്നായിട്ട് അഭിനയിക്കുന്ന നല്ലൊരു നടനാണ്, പിന്നെ നല്ലൊരു മിമിക്രി ആർട്ടിസ്റ്റാണ്, എല്ലാ വിധത്തിലും നല്ലൊരു കലാകാരനാണ്. നിങ്ങളൊക്കെ ഈ കലാകാരനെ ഒന്ന് പ്രോത്സാഹിപ്പിക്കുക. അതിന് വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ഇവിടെ ഇരിക്കുന്നത് തന്നെ. നിങ്ങളൊക്കെ വിചാരിക്കും ഇതിപ്പോൾ ആരാണാവോ ഈ കലാകാരൻ എന്ന് വിചാരിക്കും. നമ്മളുടെയൊക്കെ തച്ചമ്പാറയുടെ അഭിമാനമായി മാറിയ ഹരിദാസൻ ഒരു ഓട്ടോറിക്ഷ തൊഴിലാളിയാണ്, ഓട്ടോറിക്ഷ ഓടിച്ച് ജീവിതം പുലർത്തുന്നവനാണ്. നിങ്ങളുടെയൊക്കെ ഒരു പ്രോത്സാഹനമുണ്ടെങ്കിൽ ഈ കലാകാരൻ നന്നായിട്ട് വളർന്നു വരും. ഇന്ന് മോഹൻലാലിൻ്റെ വിവിധ ഭാവങ്ങളെ അനുകരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ഈ വീഡിയോ ഇടുന്നത്. മോഹൻലാലിൻ്റെ വിവിധ ഭാവങ്ങൾ നമ്മൾക്ക് മുമ്പിൽ ഈ ഹരിദാസൻ പ്രസൻറ്റ് ചെയ്യും. നിങ്ങൾ മാക്സിമം സപ്പോർട്ട് ചെയ്യുമെന്ന പ്രതീക്ഷയോടെ ഞാൻ ഹരിദാസിൻ്റെ അടുത്തേക്ക് എത്തുകയാണ്. എല്ലാവർക്കും നമസ്കാരം. ഞാനിന്ന് ആദ്യം ചെയ്യാൻ പോകുന്നത് ലാലേട്ടൻ്റെ മാടമ്പി എന്ന സിനിമയിലെ ഒരു സീനാണ്. അതിൽ ലാലേട്ടനും ലളിതാമ്മയും കൂടിയാണ് അഭിനയിച്ചിരിക്കുന്നത്, അമ്മയും മകനായിട്ട്. അപ്പോൾ ആ ഒരു സീൻ ഞാനൊന്ന് അഭിനയിച്ച് കാണിക്കാൻ ശ്രമിക്കുകയാണ്. ഓക്കെ, എല്ലാവരും സപ്പോർട്ട് ചെയ്യണം. അമ്മ പറഞ്ഞതൊക്കെ ശരിയാണ്. ഞാൻ ആരാ? സ്വന്തവും ബന്ധവും കണക്ക് പുസ്തകങ്ങൾ അക്കങ്ങളായി മാത്രം കാണുന്ന വെറും പലിശക്കാരൻ, സ്നേഹമില്ലാത്തവൻ, അലിവില്ലാത്തവൻ, ഇട്ടുമൂടാനുള്ള പണത്തിന് പുറമെ അമ്മയുടെ പ്രാക്ക് മാത്രം സ്വന്തമായിട്ടുള്ളവൻ, ഒരു നശിച്ച ജന്മം. അമ്മ ചോദിച്ചല്ലോ ഞാൻ ഈ ചെയ്യുന്നതൊക്കെ ആർക്ക് വേണ്ടിയാണെന്ന്. ഈ ചോദ്യത്തിന് ഉത്തരം പറയാൻ വേണ്ടിയാണ് ഇത്രയും നാൾ ഞാൻ കാത്തിരുന്നു. അമ്മയ്ക്ക് ഓർമ്മയില്ലയോ അച്ഛനെ അന്വേഷിച്ച് ഞാനും ദിവാകരൻ കൊച്ചേട്ടനും കൂടെ മധുരയ്ക്ക് പോയത്? ഞാനും കൊച്ചേട്ടനും കൂടെ മധുര മീനാക്ഷി ക്ഷേത്രത്തിൽ ചെന്നു. അവിടെയെല്ലാം അച്ഛനെ അന്വേഷിച്ചു. അപ്പോഴാണ് അറിയുന്നത്, അന്ന് രാവിലെ അമ്പലത്തിൽ നിന്ന് തൊഴുതിറങ്ങിയ ഒരാൾ പ്രദക്ഷിണ വഴി ബോധം കെട്ട് വീണിരുന്നു. ആശുപത്രി കൊണ്ട് പരിശോധിച്ചപ്പോൾ ആൾ വിഷം കഴിച്ചിരുന്നു. ആളിൻ്റെ പേര് മാധവമേനോൻ, എൻ്റെ അച്ഛൻ. അവിടെ ഒരു ചുടുകാട്ടിൽ അച്ഛനെ ദഹിപ്പിച്ച് തിരിച്ച് വീട്ടിൽ വന്ന് കയറിയ ഞാൻ കാണുന്നത് ഒരു കയറിൻ്റെ അറ്റത്ത് കിടന്ന് നിന്ന് പടയ്ക്കുന്ന അമ്മയും രാമകൃഷ്ണനെയുമാണ്. ഞാൻ എന്ത് വേണമായിരുന്നു? ഞാൻ അമ്മയോട് പറയണമായിരുന്നു അച്ഛൻ ഇനി ഒരിക്കലും തിരിച്ചു വരില്ലെന്ന്. അച്ഛനോടുള്ള വാക്ക് പാലിക്കാൻ അന്ന് മുതൽ എൻ്റെ മനസ്സിൻ്റെ വാതിൽ നിങ്ങളുടെ മുന്നിൽ കൊട്ടിയടച്ചു. അവനോടോ അമ്മയോടോ ഒരു തരി സ്നേഹം കാണിക്കാൻ പോലും എനിക്ക് പേടിയായിരുന്നു. അറിയാതെ ഞാനെല്ലാം തുറന്നു പറഞ്ഞാലോ? എത്രയോ രാത്രികൾ ഉറങ്ങാതെ ഞാൻ അമ്മയുടെ മുറിയിൽ വന്ന് നിന്നിട്ടുണ്ട്. ഈ കാലിൽ തൊട്ട് മാപ്പ് ചോദിച്ചിട്ടുണ്ട്. അനിയനോട് കർക്കശക്കാരനാകുമ്പോൾ ഉള്ളിൽ ഒരാഗ്രഹമേ ഉണ്ടായിരുന്നുള്ളൂ, അവൻ നന്നാവണം. അച്ഛൻ്റെ വാസനാ ഗുണങ്ങൾ കിട്ടിയ അവന് അച്ഛൻ്റെ തെറ്റ് പറ്റരുത്. കല്യാണത്തിന് ചെലവാക്കിയ കാശ് തിരിച്ചു ചോദിച്ചത് അവനെ വാശിയും തൻ്റെയുള്ളൊരു പുരുഷനാക്കാൻ വേണ്ടിയാണ്. പക്ഷെ എനിക്ക് തെറ്റിപ്പോയി. ഇന്നും അമ്മയുടെ നെറ്റിൽ ചാർത്തിയിട്ടുള്ള സിന്ദൂരം ഒരു പ്രതീക്ഷയുണ്ടല്ലോ, അച്ഛൻ എന്നെങ്കിലും ഈ പടി കടന്ന് വരുമെന്ന്. അമ്മയുടെ ആ കാത്തിരിപ്പിന് ഞാൻ കൊടുത്ത വിലയാണമ്മേ എൻ്റെ ജീവിതം. അമ്മ ചോദിച്ചല്ലോ ഞാൻ കോടതിയിൽ ജയിക്കുന്ന ആർക്ക് വേണ്ടിയാണെന്ന്. എൻ്റെ അച്ഛന് വേണ്ടി. എനിക്ക് ജയിച്ചേ പറ്റൂ അമ്മേ, ഞാൻ ജയിക്കും. എന്നെ ഒരുപാട് ശപിച്ച നാവുകൊണ്ട് ഒരിക്കലെങ്കിൽ അമ്മ ഒന്ന് പറയണം ഞാൻ നന്നാവുമെന്ന്. അടുത്തത് ലാലേട്ടൻ്റെ ചെങ്കോൽ എന്ന സിനിമയിലെ ഒരു സീൻ ഞാനൊന്ന് അഭിനയിച്ച് കാണിക്കാം. ഓക്കെ.
ഇതാ കണ്ടോ, അവിടെയാണ് സേതുമാധവനെല്ലാം നഷ്ടമായത്, സ്വപ്നങ്ങളും ജീവിതവുമെല്ലാം. എന്നിട്ടൊരു കിരീടം വെച്ച് തന്നു. നിനക്കൊന്നും മനസ്സിലാവുന്നില്ലല്ലേ? ഒരു മനുഷ്യന് എത്രത്തോളം താഴാൻ പറ്റും? ഭൂമിയോളം അല്ലേ? പിന്നെ ചവിട്ടുകയാണ് തലയിൽ. എങ്ങോട്ട് താഴണം? പാതാളത്തിലേക്ക് താഴാൻ ഞാൻ മഹാബലിയല്ല, ഒരു വെറും മനുഷ്യനാണ്, സേതുമാധവനാണ്. ഒരിക്കലെങ്കിലും, ഒരു പ്രാവശ്യമെങ്കിലും എനിക്കൊന്ന് ജയിക്കണോടാ, ഒരു പ്രാവശ്യമെങ്കിലും. മിണ്ടരുത് ആ വാക്ക്, ശരിയാവത്രേ. കേട്ട് കേട്ട് തുരുമ്പിച്ചു. ജീവിതത്തിൽ 1000 വട്ടം എൻ്റെ മനസ്സ് എന്നോട് പറഞ്ഞിട്ടുണ്ട്, ശരിയാവും. എൻ്റെ അമ്മ, അച്ഛൻ, പെങ്ങന്മാര്, ദേവി, നീ എവിടെ എവിടെ ശരിയായി? ശരിയാവില്ല. സേതുമാധവൻ ഒരിക്കലും ശരിയാവില്ല. മിസ്റ്റർ ഇൻസ്പെക്ടർ, ഞാൻ യൂണിഫോമിലാണ് വന്നിരുന്നുവെങ്കിൽ നിങ്ങൾ എൻ്റെ മുന്നിൽ എഴുന്നേറ്റ് നിന്നേനെ. മൈൻഡ് എന്നെ അകത്തിടാന്നൊക്കെ പറയുന്നത് ഒരു മോഹമാണ്. മോഹിക്കുന്നതൊക്കെ നടക്കണമെന്നുണ്ടോ? ഐ ആം എ സോൾജർ വിത്ത് എ റെസ്പെക്റ്റഡ് റാങ്ക്, യു നോ ദാറ്റ്. എന്നെ കസ്റ്റഡിയിലെടുക്കാനും തടവിൽ വെക്കാനും ഞങ്ങളുടെ പോലീസുണ്ട്. അവർക്ക് നിങ്ങളുടെ സഹായം ആവശ്യമില്ല. ദാറ്റ് ഈസ് സർവീസ് ആൻഡ് ദാറ്റ് ഈസ് ദ ഡിഫറൻസ്. മനസ്സിലായോ? എന്തെങ്കിലും അധികാരം ഉണ്ടെന്ന് തോന്നുന്നെങ്കിൽ ആ അധികാരത്തിന് വല്ല മഹത്വവും കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾക്കത് ഫയൽ ചെയ്യാം. എനിക്ക് പോകാൻ വേറെ വാതിലുകളുണ്ട്. എനിക്ക് വേണ്ടി അന്വേഷിക്കാൻ കാക്കിയിട്ട ആണുങ്ങളുണ്ട്. യു ക്യാൻ സീ. ഇപ്പോൾ ഞാൻ അവസരമായി അഭിനയിച്ചത് ലാലേട്ടൻ്റെ പിൻഗാമി എന്ന മൂവിയിലെ ഒരു സീനായിരുന്നു. ഇത് ഒരു മോഹമായിരുന്നു. പിന്നെ ലാലേട്ടനോടുള്ള ഇഷ്ടം, ആരാധനയും കൊണ്ട് ഞാനൊന്ന് ചെയ്യാൻ ശ്രമിച്ചതാണ്. അറിയാലോ, ലാലേട്ടനെ പോലെ ചെയ്യാൻ ലാലേട്ടന് മാത്രമേ പറ്റുള്ളൂ. അത് മലയാളത്തിലെന്നല്ല, ഇന്ത്യൻ സിനിമയിൽ അങ്ങനെ ഒരു ആക്ടർ ഇല്ല അതേപോലെ അഭിനയിക്കാൻ. അപ്പം ഞാനൊക്കെ ലാലേട്ടൻ്റെ അഭിനയം കണ്ട് പഠിക്കുകയാണ്. ആ പഠിച്ച കൂട്ടത്തിൽ ഒന്ന് പറയാൻ ശ്രമിച്ചു എന്നുള്ളൂ. ഞാനിവിടെ തച്ചമ്പാറ ഓട്ടോ സ്റ്റാൻഡിൽ ഓട്ടോ ഓടിക്കുന്ന ആളാണ്. അത്യാവശ്യം പാട്ട് പാടും, ചെറുതായിട്ട് മിമിക്രിയൊക്കെ ചെയ്യും. പക്ഷേ ഇതൊന്നും കൈപിടിച്ച് ഉയർത്താൻ ഒരാളുണ്ടായില്ല, പ്രോത്സാഹിപ്പിക്കാനൊന്നും ആരും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ് എനിക്ക് ആഗ്രഹമുണ്ട്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് എനിക്ക് മധുരമിഠായി യൂട്യൂബ് ചാനലിൽ ഒരു അംഗമാവാൻ കഴിഞ്ഞത്. അതുകൊണ്ട് എനിക്ക് പാട്ട് പാടാനും അഭിനയിക്കാനൊക്കെ അവസരം കിട്ടി. എനിക്കിഷ്ടമാണ് ഈ പാട്ട് പാടുന്ന ഇഷ്ടം പോലെ തന്നെയാണ് എനിക്ക് അഭിനയത്തോട് എനിക്ക് വല്ലാത്തൊരു ക്രൈസാണ്. ശരിക്കും പറഞ്ഞാൽ അഭിനയം എന്ന് പറഞ്ഞൊരു ഭ്രാന്ത് പോലെയാണ്. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഇനിയും ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ്. അപ്പോൾ എനിക്ക് വേണ്ടത് നിങ്ങളുടെ എല്ലാവരുടെയും പ്രോത്സാഹനമാണ്. അപ്പോൾ ഞങ്ങളുടെ 40ാമത്തെ ഷോർട്ട് ഫിലിം പക ഉടൻ റിലീസാവുകയാണ്. അപ്പോൾ മധുരമിഠായിക്ക് നിങ്ങൾ തന്ന സപ്പോർട്ട് തുടർന്നും ഉണ്ടാവണമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് ഓക്കെ. ഒന്നും മറക്കില്ല രാമ ഈ ഓയമാർ. അപ്പം എങ്ങനെ ഇവിടൊക്കെ തന്നെ കാണുമല്ലോ അല്ലേ? ഏ